എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഈ പല വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു. പലതല്ല, 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, ഞാനിന്ന് സന്തോഷവതിയാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ കണ്ണൻ്റെ സ്വന്തം താത്തയ്ക്ക് നേരെ ഒരു അറസ്റ്റ് വാറണ്ടൊക്കെ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരത്തിക്ക് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്ന് കേട്ടു. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇവർക്കെതിരെ കലാപ ആഹ്വാനത്തിനാണ് കേസ് എടുത്തിരിക്കുന്നതെന്നും കേട്ടു. ഭയങ്കരമായിട്ട് തൃപ്തിയായി കേട്ടോ. കാരണം ഇതൊക്കെ ഇവർ ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകളെങ്കിലും പറയും, നിങ്ങളല്ലേ ഇവരെ ചുമന്നുകൊണ്ട് നടന്നത് എന്ന് പറയും. ഒരിക്കലുമല്ല, ഞങ്ങൾ ആരും ചുമന്നുകൊണ്ട് നടന്നിട്ടില്ല. ഇവർ തട്ടമിട്ടുകൊണ്ട് നടന്ന് കണ്ണനെ പൂജിക്കാൻ നടന്നതിൻ്റെ വകയിൽ സംഘപരിവാറിലെ സഹോദരന്മാരാണ് ഇവരെ ചുമന്നുകൊണ്ട് നടന്നത്. അല്ലാതെ എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഇവരെ ഒട്ടും ഇഷ്ടമല്ല. നല്ലവരായിട്ടുള്ള ഓരോ ഹിന്ദുക്കൾക്കും ഇവരുടെ രീതികളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവരെ അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക അതൊക്കെ പിന്നീടുള്ള കാര്യം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ വെറുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇവർ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാര്യം. അപ്പോൾ അതായത് ഇവരുടെ കുട്ടികളെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞെന്നുള്ള രീതിയിൽ ഇവർ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം കുട്ടികളെ പറഞ്ഞുകൂടാ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്കോയാണ്, അകത്ത് പോകുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഞാൻ കുട്ടികളെയൊന്നും പറഞ്ഞിട്ടില്ല. പൊതുവേ ഞാൻ ഒരു കുട്ടികളെയും പറയുന്ന ഒരു സ്ത്രീയല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് കൊടുക്കുക, കള്ളത്തരം പ്രചരിപ്പിക്കുക, ഇല്ലാ കഥകൾ പറയുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി. അങ്ങനെ ഇവർ എന്നെ പറ്റിയിട്ട് ഇവരുടെ ചാനലിൽ വന്നിട്ട് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, എൻ്റെ തന്നെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു സഹോദരൻ വന്നിട്ട് ഇവരുടെ ചാനലിൽ വന്നിട്ട് ഇവരെ ബാഡ് കമൻ്റ് ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, ഇവർ പറയുന്നു ബാഡ് കമൻ്റ് ഇട്ടു എന്ന്. എന്നാൽ ഒരിക്കൽ പോലും ഇവർ ആ ബാഡ് കമൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമ്മളെ അതിൻ്റെ ഒരു പോസ്റ്റ് പോലും ആ കമൻ്റ് എടുത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ അതിന് ആ ഒരു സഹോദരനെ എൻ്റെ കാമുകനാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചിട്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ അഴിഞ്ഞാട്ടം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. എൻ്റെ ലൈവിലൊക്കെ വരും, എൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ മാത്രമുള്ള ഒരാളാണ്. ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അദ്ദേഹം ഗൾഫിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ സ്ത്രീ ആ ഒരു സഹോദരനെയും എന്നെയും ചേർത്ത് എന്തൊക്കെയോ അപവാദങ്ങളും അപഖ്യാതികളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് എനിക്ക് ഇവരോടുള്ള വെറുപ്പുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നോക്കട്ടെ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഉത്തരം കിട്ടുന്ന ചേച്ചിയുടെ കാമുകൻ്റെ ഭീഷണി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് ഞാൻ കേൾപ്പിക്കുന്നതേ ഉള്ളൂ, കാണിക്കുന്നില്ല. കാരണം ഈ പന്നച്ചിക്ക് ഒരു സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ഒക്കെ തരും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ ഈ ഒരു വോയിസ് മാത്രം കേൾപ്പിക്കുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതെ, ഗുണ്ടായിസം ആരുടേത് എന്നല്ലേ? നമ്മളെ ഉത്തരം കിട്ടുന്ന ചേച്ചിയുടെ കാമുകന എന്റെ ഇൻബോക്സിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ കാമുകൻ എന്നിട്ട് വിരട്ടുന്ന്. എന്നതാണ് ഉത്തരം കിട്ടുന്ന ചേച്ചിയെ? നിങ്ങളുടെ തലയിൽ നിറഞ്ഞിട്ടല്ല മൊട്ട അടിച്ചെന്നൊക്കെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ചേച്ചിക്ക് എന്തേ വീഡിയോ ഇട്ടിട്ടില്ലേ? ഉത്തരം കിട്ടൂലെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ ഉത്തരം കിട്ടുന്നെന്ന് ചേച്ചി പറയുന്നുണ്ട്. എന്തുവാ ചേച്ചിയെ? ചേച്ചിയുടെ കാമുകന് എന്റെ ഇൻബോക്സിൽ വന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത്, ചേച്ചിക്കൂടെ ഒന്ന് കേൾപ്പിച്ചു തരട്ടെ. കാമുകനോട് ഇതിന്റെ കൂടെ നിർത്തിക്കോളാൻ പറ. ഹണി റോസിന്റെ കാര്യം അറിയാലോ. കൂട്ടത്തിൽ ചേച്ചിക്ക് വിട്ട് ഞാനൊരു ടൗസർ കഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഉത്തരം കിട്ടുന്ന ചേച്ചി ഒരു വഴിയും ഇല്ലെങ്കിൽ ഉത്തരത്ത് തൂങ്ങുന്നതാണ് നല്ലത്. അതായിരിക്കും ഉത്തരം കിട്ടാത്ത ചേച്ചിക്ക്, ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് നല്ലത്. ഇതേപോലെ നിന്റെ അബ്ദുൽ ലത്തീഫിന ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം കിട്ടുന്ന ചേച്ചിയെ നിന്റെ ലൈവിൽ വന്ന്, അബ്ദുൽ ലത്തീഫേട്ടാ നാട്ടിലില്ലാന്നായിരുന്നല്ലോ പറഞ്ഞത്, എപ്പ എത്തി എന്നൊക്കെ ലൈവില് നീ അബ്ദുൽ ലത്തീഫിനോട് ചോദിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഇവളെ കണക്കുള്ള നുണച്ചികൾ ലോകത്ത് ഇവളെ കണക്കുള്ള നുണച്ചികൾ വേറെ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ ഉപ്പയും ഉമ്മയും അവർ എന്ത് പാപം ചെയ്തോ എന്തോ കഴിഞ്ഞ ജന്മത്ത്, അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലൊരു വിഷസന്തതിയെ ഇവർക്ക് കൊടുത്തതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. വിസർജ്യം മാത്രം വായിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു നാവാണ് ഇവളുടേത്. ശരിക്കും വളർത്തു ദോഷം എന്ന് തന്നെ വേണം പറയാനായിട്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കൊപ്പിളിക്കുമ്പോൾ ഇവളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇല്ലാണ്ട് പോയി. പിന്നെ കെട്ടിയോനെന്ന് പറയുന്ന അയാളെ ഒരു മൊണ്ണേന്ന് ഇപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അയാൾക്കും കഴിഞ്ഞില്ല ഇവളെ നിയന്ത്രിക്കാനായിട്ട്. അതിൻ്റെയൊക്കെ കേടാണ് ഇവളെ ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനെ പറ്റിയിട്ടാണ്. അതുമാത്രമല്ല, എൻ്റെ ലൈവ് ഒരിക്കലെങ്കിലും കാണുന്നവർക്കറിയാം ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഇവൾ ഈ നുണ പറയുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതിൻ്റെയൊക്കെ ഫലമാണടി നീ ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ബാക്കിയും കൂടി കേൾക്കാം. കുറിച്ച് പറയാനുള്ളത് എന്തുവാന്നറിയോ? നീ ഹിന്ദുക്കളെ പറ്റിച്ചു ജീവിക്കുന്നത് ഇനി നടക്കില്ല എന്ന് വെച്ചാൽ ഓന്റെ ഡാഡ് വിചാരിച്ചാൽ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ അബ്ദുൽ കുത്തീഫ് അയാൾ പറഞ്ഞത് ആ ഒരു കമൻറ്റ് വെച്ചിട്ടാണ് ഇവൾ എൻ്റെ തലയിൽ കയറാൻ വരുന്നത്. നീ ഇനി ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്ന കാര്യം ഇനി നടക്കില്ല എന്ന്. ഇവൾ പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഡാഡി വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റില്ല എന്നാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, കോടതി തന്നെ ഇടപെട്ടില്ലേ, ഇനി നീ ആ പരിസരത്ത് കയറിക്കോളരുതെന്ന് പറഞ്ഞിട്ട് നീ വകവയ്ക്കാതെ നടന്നതിൻ്റെ ഫലമല്ലേടി, എല്ലാവരെയും വെല്ലുവിളിച്ച് നടന്നതിൻ്റെ ഫലമല്ലേ പൊന്നെ നീ ഇപ്പം അനുഭവിക്കാനായിട്ട് പോകുന്നത്. അനുഭവിച്ചോടി. ചേച്ചിക്ക് വേണ്ടിയിട്ട്, ആന്റിക്ക് വേണ്ടിയിട്ട്, അമ്മച്ചിക്ക് വേണ്ടി, മുതുക്കിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നാണോ മാനോ ഉളുപ്പും ഉണ്ടോടാ അബ്ദുൽ ലത്തീഫെ? ഈ ആരുടെ ഇവളുടെ സ്റ്റെപ്പിനിയാ? അപ്പോ അടുത്തത് ഇതാണ് സത്യം പറഞ്ഞാൽ, ഇതാണ് ഇവളുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇവൾ ആരെയും എന്തും പറയും. ഇവൾ വേണ്ടി വന്നാൽ ഇവളുടെ ഉമ്മച്ചിയെ പോലും ഇവളിങ്ങനെ വിളിക്കും. അതിനൊന്നും അടിയില്ലാത്തവളാ ഇവള്. അവർ മുട്ട അടിച്ചത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, പരിഹസിക്കരുത്. അല്ലാതെ പേന്നറിഞ്ഞിട്ടല്ലേ. അതായത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പിന്നെ മുട്ടയടിച്ചതെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്, നീ അവരെ പരിഹസിക്കരുത് എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. അതിനാണ് ഇവള് അല്ലാതെ പേൻ നിറഞ്ഞിട്ട് അല്ലല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നിൻ്റെ തലയിൽ ഇനി പേൻ നിറയാൻ പോകുന്നതേ ഉള്ളൂ. കാരണേ ജയിലിലേ നിനക്കേ അവിടെ പേൻ ചീപ്പും ഈരുകൊല്ലിയൊന്നും ആരും കൊണ്ട് തരില്ല കേട്ടോ. ഇച്ചിരി പേനൊക്കെ നീ ഇനി സഹിക്കേണ്ടി വരും മോളെ. ഇങ്ങനെയാ കാണിക്കുന്നത്. മുട്ടടിക്കാതിരിക്കാൻ ഒഴിവില്ലാന്ന്. അപ്പൊ അവരവരുടെ വിശ്വാസാണെന്ന് പറയുന്നത്. ചാച്ചി പുലിയാണ് കേട്ടോ. അതിനെക്കാട്ടിലും പുലിയാ ചേച്ചിയുടെ ഈ കാമുകന്. അടുത്തത്, അതൊരു കാര്യമുണ്ടേ. ഒരു കമൻ്റ് ഇട്ട ഒരു സഹോദരനെ കാമുകനാക്കുന്നതിൽ ഒരു അത്ഭുതവും പറയാനില്ല. സ്വന്തം സഹോദരൻ എന്ന് പറയുന്നവനുമായിട്ട് ഇവൾ കാണിക്കുന്ന കൂത്താട്ടങ്ങൾ കണ്ടാൽ ദൈവം പോലും നാണിച്ചു പോവും. ആ രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വായിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പറയുന്ന വാക്കുകൾ കേട്ട ഒരു സഹോദരനും സഹോദരിയും കൂടി ഇരുന്ന് പറയുന്ന വാക്കുകളേ അല്ല. ലോകത്ത് ആരും ഉണ്ടാവില്ല. നിന്റെ മമ്മുണ്ട്, വേറെ ആരില്ലെങ്കിലും നിന്റെ മമ്മുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു വിഷവെപ്പിനെ മമ്മ് ഈ ലോകത്തേക്കാട്ട് ഇറക്കി വിട്ടത്. കേട്ടോടാ അബ്ദുൽ ലത്തീഫെ, നിനക്ക് സഫീനയോട് കിട്ടിയത് പോരെന്നോ പോലെ ഇനി ഉടായിപ്പിനെതിരെ നിന്റെ വാപ്പു പിയച്ചു പോയി. എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഷഫീനയോട് കിട്ടിയത് പോരെ എന്നാണ്. എടാ അബ്ദുൽ ലത്തീഫെ, ആരെയാടാ കിട്ടിയതില്ലേ? ഷഫീന കണ്ടം വഴി ഓടിയടാ. അപ്പൊ പുല്ലും കൂടി മുളയ്ക്കുന്നില്ലടാ, എതിരെ വീഡിയോ ചെയ്യുന്നില്ലടാ ലത്തീഫെ. നീ അവക്കുണ്ടോ? എന്നതാടാ, ഏതെങ്കിലും ഒരു കൊമ്പ് പിടിയടാ. 2 തോണി കാലിട്ടാ കീറിപ്പോകടാ നിന്റേത്. അപ്പോ ഇപ്പോൾ കീറിപ്പോയി ഇരിക്കുന്നത് ആരുടേതാണ്? അതൊന്ന് പറ. ഇപ്പോൾ ആരുടേതാ കീറിക്കൊണ്ടിരിക്കുന്നത്?
എടി അതൊക്കെ നിൻ്റെ സ്വഭാവമല്ലേ പൊന്നു മോളെ. സഹോദരനെന്നും പറഞ്ഞ് ഒരാൾ തൊട്ടടുത്ത്, ഭർത്താവെന്നും പറഞ്ഞ് ഒരാൾ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ദേ ഇപ്പോൾ ഹൈക്കോടതി നിൻ്റെ എല്ലാം കൂടെ കീറിയിട്ടിരിക്കുകയല്ലേ. നിന്റെ വാപ്പൊക്കെ പേടിച്ചിട്ടുണ്ട്. നിന്റെ വാപ്പനെ കുറിച്ച് എന്ത് പറയണടാ? നിന്റെ വാപ്പനെ കുറിച്ച് എന്ത് പറയണോ? ഇതാ ഒരു ഭൂലോക വായന ഉണ്ടാക്കിയിട്ടാ നിന്റെ വാപ്പനെ കുറിച്ച് എന്താടാ ഞാൻ പറയേണ്ടത്? മരവായേ. ഇനി നിനക്ക് ഉളുപ്പുണ്ടോ? ആവശ്യത്തെ അധികം ഉണ്ട് ട്ടോ. ഇന്നു ചിന്തിക്കുന്നത് നല്ലത് അല്ലെന്താ എന്ന് ചിന്തിക്കുക. നട്ടല്ലി ഇല്ലാത്ത സെലീം നീയാണ് കിളവി. നട്ടല്ലി ഇല്ലാത്തത് സെലീമിന് നീയാണ് കിളവി എന്നാണ് ഉദ്ദേശിച്ചത്. ലത്തീഫെ, സ്വന്തം കെട്ടിയോളെ വീട്ടിൽ വെച്ചിട്ട് ഈ ഉത്തരം കിട്ടാത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുന്ന നിനക്കാണോ നട്ടലില്ലാത്തത്, സെലീമിനാണോ നട്ടലില്ലാത്തത്? നീ തന്നെ ഒന്ന് പറ. സെലീം ഏതായാലും അല്ല, സെലീമിന് ഒരുപാട് നട്ടലുണ്ട് മോളെ. അതിൻ്റെ ഫലമല്ലേ നീ ഇപ്പോൾ സഹോദരൻ്റെ കൂടെ പ്രണയഗാനവും പാടി ഇങ്ങനെ ഊട്ടിയിലൊക്കെ നടക്കുന്നത്. അത് സലീമിൻ്റെ നട്ടലിൻ്റെ ബലം തന്നെയാണ്. എന്നെ വെച്ചിട്ട് വേറൊരു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോവാറില്ല കേട്ടോ. നീ ഈ ഉത്തരം കിട്ടുന്ന ചേച്ചീനെ മാത്രം ഇങ്ങനെ നോട്ട് ചെയ്ത് ചേച്ചിയുടെ മോട്ട അത്രക്ക് ഇഷ്ടാണോടാ നിനക്ക്? അപ്പൊ ഞാനാണോല്ലേ കിളവി? ആടിയേ കിളവി ഞാനാണെങ്കിലും ചാച്ചി എന്നെ വിളിക്കുക കുഞ്ഞെ പൊന്നെ മുത്തേ എന്നൊക്കെയാണ്. ചേച്ചിയുടെ ഒരു വിളി കേട്ടാൽ എന്റെ കർത്താവേ ഞാൻ അങ്ങോട്ട് അലിഞ്ഞു പോവും. ഉത്തരം കിട്ടുന്ന ഓ ചേച്ചി. നീയല്ലേ ഉടായിപ്പ് ലോകം കണ്ടതല്ലേ? നീ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു അല്ലേ? ആണോടാ നീയാ പറയുന്നത് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നെന്ന്? അയ്യോടാ, അപ്പൊ നിന്റെ ഉത്തരം കിട്ടുന്ന ചേച്ചിനെ ഞാൻ പറ്റിച്ചിട്ടുണ്ടല്ലേ? അതോടു ഹിന്ദു ആണല്ലോടാ. പിന്നെ നിന്നെ പോലെ ആളെ പറ്റിച്ച് ജീവിക്കുന്നു, ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് വീഡിയോ ചെയ്യുക, പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു വീഡിയോ ചെയ്യുക. അതല്ലേ ഉടായിപ്പ്? ഉറക്ക ഗുളിക കഴിച്ച് ചാവാൻ പോയി, ചത്തില്ല. എടാ മരവായെ, ഞാൻ ചത്തില്ലെങ്കിൽ നിനക്ക് എന്നതാടാ കുഴപ്പോ? എനിക്ക് ചെലവിന് തരണോടാ. ഈ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് ചെലവിന് കൊടുത്താ പോരെ? എനിക്ക് ചെലവിന് തരണോടാ, അത് പറ. എടാ മരവായെ, നിന്റെ ഡാഡിന്റെ അടുത്ത് പോയിട്ട് നീ ഇത് സംസാരിക്കടാ. ഡാഡിന് കയ്യബദ്ധം പറ്റിപ്പോയതാടാ നീ. അപ്പൊ നിന്റെ ആന്റിക്ക് വേണ്ടിട്ട് ഗുണ്ടൈസുമായിട്ട് ഇറങ്ങിയതാണോ? എടേ ആന്റി, പറയാന് നിങ്ങക്ക് വീഡിയോ ഇടാൻ ബേജാറായിട്ടാണോ ഇവന്റെ കൂടെയൊക്കെ വീഡിയോ ഇടിപ്പിക്കുന്നല്ല? കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടിപ്പിക്കുന്നത് നിന്റെ ലൈവില് സ്ഥിരമായിട്ട് വരുന്ന പുള്ളിയാണ്, അതെനിക്കറിയാം. കൊച്ചു ഗള്ളി, വെറുതെ ഞാനാ കെട്ടിയാണ് ഉപേക്ഷിച്ച് പോയത്. നീ വെറും ഇതാണ് പറയുന്നത്. എന്നെ കെട്ടിയോൻ ഉപേക്ഷിച്ച് പോയെന്നാണ് ഇവള് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവള് പറയുന്നത് സത്യമായിരിക്കും. കെട്ടിയോൻ ഞാൻ കാണാത്ത സമയത്ത് എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് പോകുന്നത്, പിന്നീട് വൈകിട്ട് രാത്രിയല്ലേ വരുന്നത്. അപ്പോൾ ഈ പകൽ മുഴുവൻ ഇവക്കൊപ്പം പോയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവളിതിങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നിന്നെ പോലെ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല. ഉണ്ടടാ ഉത്തരം കിട്ടുന്ന ചേച്ചി, അതിനെക്കാട്ടിലും വലിയ ഉടായിപ്പ് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവൂല. അതെ മോളെ, ഞാൻ വലിയ ഊടായ്പായതുകൊണ്ടാണ് ഇപ്പം നിന്നെ ഹൈക്കോടതി തൂക്കി അകത്തിടുന്നത് കേട്ടോ. ഊടായ്പ് ഞാനായതുകൊണ്ടാണ് ഇപ്പോൾ അകത്ത് നീ ഉണ്ട തിന്നാൻ പോവേണ്ടി വരുന്നത്. നീ എന്തുവാടേ അതിനെ പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രമാത്രം പൊള്ളുന്നത്? എന്റെ ആന്റീനെ പറഞ്ഞ പൊള്ളാൻ ഇത്രമാത്രം ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ആന്റി. ആന്റി എന്റെ വീഡിയോ എത്ര ആൾക്കാർക്ക് പൊള്ളി ആന്റി. പക്ഷെ ആന്റി ഒരു പുള്ളി തന്നെയാണ്. ആന്റീനെ പറയുമ്പോഴേക്കും പൊള്ളാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നതാ ആന്റി, ഈ അബ്ദുൽ ലത്തീഫ് എല്ലാത്തിലും ആന്റീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കമന്റ് ഇടാറുണ്ട്. ആന്റി, അപ്പോ നിന്നെ പോലെ ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല. ഓക്കെ, ഉടായിപ്പ് മനസ്സിലാക്കണം. ആദ്യം മലയാള അക്ഷരം വായിക്കാൻ പഠിക്കുക. പയനിയിൽ പോയ
പോയത് കൊണ്ട് ആണ്. അവളുടെ വിശ്വാസത്തെ പരിഹസിക്കരുത്, അല്ലാതെ പേന്നറിഞ്ഞിട്ടല്ലേ ഗൈസ്. അതെ, ഈ പറഞ്ഞ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് പയനി പോയിട്ടാണ് പോലും മുട്ട അടിച്ചത്. പേന്നറിഞ്ഞ എവിടെ പോയാലും മുട്ട അടിച്ചു തരും. പയനി തന്നെ പോണോ ആവശ്യമില്ല ഉത്തരം കിട്ടുന്ന ചേച്ചിയെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ലത്തീഫ് ഖാനെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തിനാണ് എന്റെ ആന്റിയെ, എന്തിനാണ് എന്റെ അമ്മച്ചിയെ, എന്തിനാണ് എന്റെ മുതുക്കി തള്ളേ? നീ ടൗസർ തയ്ച്ചാ പോരെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഇനി ലത്തീഫ് ഖാനോട് പറയുന്നത്? മോശാട്ടോ ആള്. അനക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ടാ പോരെ? എന്തിനാണ് ലത്തീഫ് ഖാനോടൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ഞാനാട്ട് പേടിച്ചു പോയി ആന്റിയെ. ഓളൊരു ലത്തീഫ് ഇപ്പൊ നീ ശരിക്കും പേടിച്ചു കാണും. ലത്തീഫ് 121 ഒന്ന് ഉത്തരെ ഒന്ന് ഓന്റെ ഓളും രണ്ടെണ്ണം എന്നാണ് എനിക്ക് ഉദ്ദേശിച്ചത്. ഒരുപാട് മെസ്സേജ് ഇട്ടക്ക് എന്താ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് വേണ്ടിട്ട്. അപ്പൊ ചേച്ചി കൊട്ടേഷൻ കൊടുക്കലും തുടങ്ങി. എന്റെ ലത്തീഫ്ക്ക, നിങ്ങക്ക് കൊണ്ടു വരുന്നാ പോലെ എന്റെ മെക്കിട്ട് കേറേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും ആന്റിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ പിള്ളേരെ സന്തോഷം തോന്നി എനിക്ക്. ഇടക്കല്ലാണ്ട് പറ്റൂലിക്ക ആന്റിക്ക് വേണ്ടിട്ട് ഇതാക്കാം. ഓ ആന്റി പൈനി പോയിട്ടാണല്ലോ മുട്ടടിച്ചത്. എന്റെ പേന്നറിഞ്ഞാ എവിടുന്ന് മുട്ടടിച്ചു കൊടുക്കണേ? പൈനിയിലേക്കൊന്നും പോണ്ട കേട്ടാ. അപ്പൊ അവളുടെ വിശ്വാസത്തെ ഞാൻ കളിയാക്കിക്കുന്ന എന്നൊക്കെ എന്നതാടാ കുഴപ്പോ? അവക്കില്ലാത്ത കുഴപ്പം നിനക്ക് എന്തിനാടാ? എന്നെ അവള് പറഞ്ഞോ? നീ ഒന്ന് പോയി പറ ലത്തീഫ്ക്ക എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. ഓ പറഞ്ഞോ? ആന്റി പറഞ്ഞു കൊടുത്തതായിരുന്നു. ഉത്തരം കിട്ടാത്ത ചേച്ചിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിനക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിലും നിനക്ക് കണ്ടന്റ് കിട്ടുന്നില്ലെങ്കിലും ഉത്തരം കണ്ടിട്ടുണ്ട് ഉത്തരത്ത് തൂങ്ങ്, അല്ലാതെ എന്റെ അണ്ണാക്കിലേക്ക് മറയാനല്ല വരേണ്ടത് കേട്ടോ. ഉടായിപ്പ് ജസ്റ്റ് ഞാൻ പറഞ്ഞ നീ തമ്പലൈൻ ഇടടി. ഞാൻ അതിന് വേണ്ടിട്ട് കാത്തു നിൽക്കുകയാണ് കുറെ കാലായി. നിന്റെ തമ്പലൈനൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് ഏതായാലും കേസും കൂട്ടവും പേടിയില്ല, നീ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് നിന്നതല്ലേ. അപ്പോ ഈ അബ്ദുൽ ലത്തീഫിനോട് പറ, ഹണി റോസ് കൊടുത്ത പരാതിക്ക് ഇപ്പൊ പെട്ടെന്ന് നടപടി എടുത്തിട്ടുണ്ട്. അതേപോലെ കമന്റ് ഇട്ടാലും പരാതിക്ക് നടപടി എടുക്കും കേട്ടാ. ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ പേരിൽ കൊടുത്താലും നടപടി എടുക്കും കേട്ടോ. കാരണം നീ എന്നോട് ആത്മഹത്യ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നീ എന്നെ മുതുക്കിത്തള്ള എന്നൊക്കെ പറയുന്നു. എൻ്റെ വിശ്വാസത്തെ നീ ചോദ്യം ചെയ്യുന്നു. പഴനിമല എന്ന് പറയുന്ന ആ ഒരു എന്താണ് ആ ഒരു മഹാക്ഷേത്രത്തെ പോലും നീ അപമാനിക്കുന്നു മോളെ. അതുകൊണ്ടേ ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കൊടുത്താലേ എൻ്റെ പൊന്ന നീ ഒന്ന് ഇറുവും കേട്ടോ. നിന്റെ അബ്ദുൽ ലത്തീഫ് കാമുകം പിടികൂടുമ്പോ നിനക്ക് സങ്കടം വരണ്ടെങ്കിൽ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കേട്ടോ. ഉത്തരം കിട്ടാത്ത ചാച്ചിയെ ആയിക്കൊണ്ട് നിങ്ങള് ഇതാക്കണോ. ഇനി എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വീഡിയോ ചെയ്യണം. എന്നാലേ ഇനി ഞാൻ നിങ്ങളെ വിട്ടൂല. ദിവസം ഒരു വീഡിയോ ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് പ്രതീക്ഷിക്കാം. അനക്ക് എന്റെ കയപ്പ് ഞാൻ അങ്ങ് തീർത്ത് തരാം. അന്റെ ലത്തീഫ് ഇപ്പൊ നിന്റെ കഴപ്പല്ലേ മോളെ തീർക്കുന്നത്? ഹൈക്കോടതി ഉത്തരവേ, അത് മാറിക്കോളും, വിഷമിക്കണ്ട. ഭർത്താവിനെ വെച്ചോണ്ട് കാമുകനെ ഭർത്താവിനെ കൊണ്ട് കമന്റ് ഇടിപ്പിക്കണ്ടായിരുന്നു. ഭർത്താവ് ഇല്ലല്ലേ, കാമുകനെ കൊണ്ടൊക്കെ. അത് ശരിയാ, ഭർത്താവില്ല, നിന്റെ കൂടെ ആയിപ്പോയില്ലേ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനൊക്കും? നീ അങ്ങ് എടുത്തില്ലേ. കമന്റ് ഇടിച്ച് ഞാൻ പേടിച്ചു പോകുന്നു വിചാരിച്ചോടെ. നീ സ്വന്തം കെട്ടിയോനെയും ഉപ്പയും ഉമ്മയും പേടിയില്ലാത്ത നിനക്കാണോ? നായും തുനിഞ്ഞ് നായ്ക്കരി വെച്ച് നടക്കുന്ന നിനക്കാണോ ഇനി ഈ എന്നെ പേടി? അവൾക്ക് ഉത്തരം കിട്ടുന്നല്ലോ എല്ലാത്തിനും. എനിക്ക് എന്നാത്തിനടി ഉത്തരം കിട്ടുന്നത്? നീ തന്നെ വായല്ലേടി, ആനനെ പോലുള്ള ഒരു സാധനം കേട്ടോ. ഉത്തരം കിട്ടാത്ത ചാച്ചിയെ. അപ്പൊ ഗൈസ്, ഉത്തരം കിട്ടുന്ന ചേച്ചിക്ക് മറുപടി കൊടുക്കണം കുറെ കാലമായി വിചാരിക്കുന്നു. അല്ല, നീ എപ്പോഴും എന്നെ ആനയെന്ന് വിളിക്കുക. നിന്റെ ഉമ്മച്ചിക്കും വണ്ണത്തിന് ഒട്ടും കുറവില്ലല്ലോ മോളെ. നല്ല രീതിയിൽ ആനത്തടിയുള്ളൊരു പെണ്ണുമ്പിള്ള എന്നല്ലോ അവരും.
ഞാൻ ഇത്രയും നാളും അതൊക്കെ ഒന്നും മിണ്ടാണ്ട് പറയാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിത് ധൈര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നിൻ്റെ പത്തിക്ക് അടി കിട്ടിയതിൻ്റെ ധൈര്യത്തിൽ തന്നെ അടി പറയുന്നത്, നിൻ്റെ പത്തിക്ക് അടി കിട്ടിയതിൻ്റെ. കാരണം ഇപ്പം നീ എന്നെ ചൊറിഞ്ഞാലുണ്ടല്ലോ, നീ എനിക്ക് വേണ്ടി ചെയ്ത വീഡിയോകളുടെ എല്ലാം സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്താലുണ്ടല്ലോ, നീ അകത്ത് പോകുന്ന സകലമാന തെളിവുകളും അതിലെല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ വിട്ടിട്ട് എല്ലാ കഥയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവളുടെ കുഞ്ഞുങ്ങൾക്ക് അണ്ണാക്കിലേക്ക് തള്ളാൻ കൊടുക്കുന്നു. നാണോ മാനോ ഉണ്ടോ? കണ്ടോലെ പറ്റി കുറ്റം പറഞ്ഞിട്ടല്ല, നല്ല വീഡിയോ ചെയ്തിട്ട് വേണം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ. മറ്റത് ദഹിക്കൂല. ഇല്ലാത്ത വീഡിയോ ചെയ്തിങ്ങാന് വേണ്ടാത്ത കാര്യവും പറഞ്ഞിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താല് അത് ദഹിക്കൂല. ഉത്തരം കിട്ടാത്ത ചേച്ചിയെ, നിന്റെ മക്കൾക്ക് അത് നെഗറ്റീവായിട്ടേ ബാധിക്കും, നിനക്കത് നെഗറ്റീവായിട്ടേ ബാധിക്കും. 5 പൈസ നിനക്ക് ഉപകാരപ്രദമാവൂല. ഇല്ലാവചനം പറഞ്ഞിട്ട് നീ ആ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നിന്നാല് ഇത് നീ കണക്കിലെടുത്ത് പെരുമാറിക്കോ. നിന്റെ കഷ്ടകാലം തലക്ക് മേലെ വന്ന് നിൽക്കുകയാണെന്ന് നീ നോക്കിക്കോ. കണ്ടോലെ പറ്റി കുറ്റം പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മക്കൾക്ക് തിന്നാൻ മേടിച്ചു കൊടുത്തല്ല ചെയ്യേണ്ടത്. നല്ല അന്തസ്സിന് പണിയെടുത്ത് ജീവിക്കണേ. ഞാനൊക്കെ പണിയെടുത്തിട്ടാ ജീവിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല എന്റെ മക്കൾക്ക് കൊടുക്കുന്നത്. ഞാൻ കൃഷ്ണനെ വരച്ചിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ജീവിക്കുന്നത്. നീ എന്താ പറഞ്ഞ കാർട്ടൂണാ ഞാൻ വരയ്ക്കലേന്ന്. കാർട്ടൂൺ വരച്ചിട്ടെങ്കിലും ഞാൻ ജീവിക്കുന്നുണ്ടടി. നീ എന്താ ചെയ്യുന്നത്? ഇല്ലാത്ത കഥ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്റെ മക്കൾക്ക് ഞം വാങ്ങിക്കൊടുക്കല്ലേടി ചെയ്യുന്നത്. എന്റെ ചിത്രം കാർട്ടൂണാണ് പോലും. കാർട്ടൂൺ വാങ്ങാൻ കുറെ മൊയന്തകൾ ഉണ്ട് പോലും. എന്നാലും ഞാനത് വിറ്റ് ജീവിക്കുന്നുണ്ടടി, നയിച്ച് വരയ്ക്കുന്നുണ്ടടി. അല്ലാതെ അത് നീ ഇനി വിറ്റ് ജീവിക്കുന്നതൊന്ന് കാണണമല്ലോ. എപ്പോഴും കിണ്ണം തരുന്ന ഗോകുലം ഗോപാലായിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് മുന്നിലുണ്ടാവോ മോളെ? കാണാം. പോലെ കണ്ടോനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് കണ്ടോന്റെ കണ്ടന്റ് എടുത്ത് ഞാന് അത് ഒരു വീഡിയോ ആക്കി ചെയ്തിട്ട് അതിന്ന് കിട്ടുന്ന വരുമാനത്തിലല്ലടി ഞാൻ ജീവിക്കുന്നത്, എന്റെ കുടുംബം ജീവിക്കുന്നത്. പോയി നയിച്ച് തൊഴിലുറപ്പിനെങ്കിലും പോടി, നിനക്കൊരു പണിയില്ലെങ്കിൽ. അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ട് നിന്റെ കാര്യമായിട്ട് വിവരിപ്പിക്കല്ല ചെയ്യേണ്ടത്. കൊറേ കാലായി ഒളിഞ്ഞ് പുറകെ നടന്നിട്ട് ചൊറിയുന്നു. എടി മാറ്റി ഞാൻ തരടി വേന്തലേത്തി കേട്ടോ. ഉത്തരം കിട്ടുന്ന ചാച്ചിയെ ഇതൊക്കെ കൊണ്ടുവന്ന് ഞാനൊരു കേസ് കൊടുത്താലും ഇത് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. ഇതിനപ്പുറം ഉള്ളതുണ്ട് ഈ പെണ്ണുപിള്ളേരെ ചാനലിൽ. ഇവളെന്നെ അമ്മച്ചിന്നും മുതുക്കിന്നും കിളവിന്നൊക്കെ വിളിക്കുന്നത്, എനിക്കതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ ഇവളെന്താ ചെറുപ്പക്കാരിയാണ്. ഇവളും 2 പെറ്റില്ലേ, 2 എണ്ണം ഇവൾക്കുള്ളതും ഇങ്ങ് പോകുന്നില്ലേ. അപ്പോൾ ഇവളും പൊട്ടിക്കീറിയ വക്ക് പൊട്ടിയ ചരിവും തന്നെയാണ്. അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പൊന്നുമോളെ, കർമ്മ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ ഹൈന്ദവർ മുറുകെ പിടിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം അത്. അതാ നീ ഇന്ന് അനുഭവിക്കുന്നത്. എൻ്റെ എരിഞ്ഞിട്ടുണ്ടടി. ഈ ഒരു കോടതി വിധി വരുന്ന ആ ഒരു സമയം വരെയും ഇത്രയും ദിവസം, ഈ ഒരു വീഡിയോ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. ഈ 3 മാസത്തിൽ കൂടുതലായി. ഈ ഒരു സമയം വരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുകിടന്നൊരു തീക്കനലുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും അത് ഞാൻ എൻ്റെ ഹൃദയത്തിലിട്ട് ഊതി കത്തിച്ചിട്ടുണ്ട് ഓരോ ദിവസവും. എന്തിനാണെന്നറിയാമോ? ഇതുപോലൊരു വിധി നിനക്ക് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? എൻ്റെ ഈ 41 വയസ്സ് വരെ ഞാനൊരു പേരുദോഷം കേൾപ്പിക്കാണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഞാനാണ്. എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും വന്നിട്ടില്ല. എന്നെ നീ ഹണി ട്രാപ്പുകാരിയാക്കി, എൻ്റെ കെട്ടിയോ എന്നെ ഇട്ടിട്ട് പോയി എന്നാക്കി. പിന്നെ ഈ പറയുന്ന സഹോദരൻ ആരാണെന്ന് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ആ പുള്ളിക്കാരൻ എൻ്റെ ആരൊക്കെയോ ആണെന്നാക്കി. അങ്ങനെ നീ എന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവിഹിതം എന്നിൽ ആരോപിച്ചു. ഓരോ ദിവസവും നീ അതങ്ങനെ എന്നെ കണ്ടൻറ്റിനിട്ടിട്ട് എന്നെ വിറ്റല്ലേ നീ തീട്ട നക്കിയത്. ഈ വീഡിയോയ്ക്കൊക്കെ നിനക്ക് കിട്ടുന്ന വരുമാനം നീ എന്താ വെളിയിൽ കളഞ്ഞോ? ഇതിനെല്ലാം നീ നിൻ്റെ ഫോണിൽ ഈ ഒരു വീഡിയോയുടെയൊക്കെ നീ എന്താ വരുമാനം ഓഫാക്കി ഇട്ടിട്ടാണോ നീ ഇത് ചെയ്തിരുന്നത്? അല്ലല്ലോ. അപ്പോൾ നീ എന്നെപ്പറ്റി ചെയ്ത ഓരോ വീഡിയോയിലും നിനക്ക് നല്ല രീതിയിൽ റീച്ച് വന്നെങ്കിൽ അത് വിറ്റിട്ട് നമ്മടിച്ച് എന്നടി നീ നിൻ്റെ മക്കളെ അണ്ണാക്കിലും തള്ളിക്കൊടുത്തത്.
അത്രയ്ക്ക് ഇതെൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന എൻ്റെ ഹൃദയത്തിലെ നീറ്റലടി ഇപ്പോൾ വെളിയിൽ വന്നത്. ഇത് നീ ഉള്ള കാലം മൊത്തം ജയിലിൽ കിടക്കില്ല. എന്നെങ്കിലും വെളിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നീ ഇത് കാണും. എന്നെങ്കിലും അല്ല, മിക്കവാറും നീയൊന്നും അകത്ത് പോവില്ല എന്നുള്ളത് വേറൊരു സത്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്കൊക്കെ വേണ്ടിയിട്ട് നിൻ്റെയൊക്കെ മൂലത്തിൽ താങ്ങി നിർത്താനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഞെളിവിലല്ലേ നീ നടക്കുന്നത്, അർമാദിക്കുന്നത് മുഴുവനും എല്ലാം കാണുന്നുണ്ട്. ഇനി അഥവാ നീ ഒരൊറ്റ ദിവസം പോലും ജയിലിൽ കിടന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ ഈ വിഷുവിന് ഗുരുവായൂർ കയറില്ല എന്നൊരു ഉറപ്പായി. അത് മാത്രം മതി എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി നീ ഗുരുവായൂരിൽ കാലെടുത്ത് കുത്തരുത് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അതെൻ്റെ മനസ്സിലൊരു പകയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇനി നീ ഗുരുവായൂർ കയറരുത് എന്നൊരു എന്താണ് പറയുന്നത്, അത് എൻ്റെ മനസ്സിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ അതിന് എന്തായാലും ഒരു വിധിയായിട്ടുണ്ട്. നീ ജയിലിൽ കിടന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, നീ എന്ത് കോപ്പ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നീ ഇനി ഗുരുവായൂർ കയറില്ലല്ലോ, അത് മതി എനിക്ക്. ഇപ്പോഴും നീ പറയല്ലോടി എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ. എടി, ഇത് നിനക്ക് നിൻ്റെ തന്ന ശിക്ഷ തന്നെയാണ്. നീ ഹിന്ദുക്കളെ മൂഞ്ചിക്കാനായിട്ടിരുന്നതിന് നിൻ്റെ തന്ന ശിക്ഷ തന്നെയാണ്. നീ അനുഭവിച്ചോ. ഇതൊന്നുമല്ല മറ്റുള്ളവരെ അപവാദം പറയുന്നതിനും മറ്റുള്ളവരെ ക്യാൻസർ പേഷ്യൻ്റെന്നും പെയിൻ തലയെത്തി നീ എന്നെ എന്തൊക്കെയാടി പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ. ഞാൻ അതെല്ലാം മിണ്ടാണ്ട് നിന്നിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയാമോ, നിന്നെപ്പോലൊരു അലവലാതിയോട് സംസാരിക്കണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പോൾ എനിക്ക് അതിന് ധൈര്യമുണ്ടടി സംസാരിക്കാൻ. കാരണം നാണക്കേട് കരുതിയിട്ടാണ് നിന്നോട് സംസാരിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ 4-5 വശത്തുനിന്ന് അടികൊണ്ട് ചളിങ്ങി ഒരു വക്ക് പൊട്ടിയ ചരുവായിട്ട് നീ ഇരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് നിന്നെക്കുറിച്ച് കണ്ടൻ്റ് ആക്കിക്കൊണ്ട് നടക്കണമെന്നൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക്, നീ എന്നെക്കുറിച്ചിട്ട ഓരോ വീഡിയോകളും ഞാനത് ജനങ്ങളെ എൻ്റെ ചാനലിലൂടെ നീ എന്നെ പറഞ്ഞത് മുഴുവനും ഞാൻ കേൾപ്പിക്കും. അത് ഉറപ്പാണ്. അറിയട്ടെ ആളുകൾ, നീ ഒരു അലവലാതിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നീ ഇതുപോലെ ഇല്ലാവചനങ്ങൾ പറയുന്ന ഒന്നും ഞാൻ പറയുന്നില്ല.